എല്ലാ പ്രാവശ്യവർക്കും സൗദി അറേബ്യ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എല്ലാം ലഭിച്ച് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പലരും ലോഞ്ചിലേക്ക് പ്രവേശിക്കുന്നവർ കണ്ടിട്ടുണ്ടാവാം. അവിടെ അൺലിമിറ്റഡായി ഫുഡുണ്ട്, വിശാലമായി വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ധാരാളം സൗകര്യങ്ങൾ നമുക്ക് ലോഞ്ച് ആക്സസിൽ കാണാൻ സാധിക്കും. ഈ സർവീസുകളെല്ലാം തന്നെ നമുക്ക് സൗജന്യം ലഭിച്ചാൽ എങ്ങനെയുണ്ടാവും? അതിനുള്ള വഴിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ലോഞ്ച് ആക്സസ് ലഭിക്കാൻ വേണ്ടി സൗദി അറേബ്യയിലെ 2 ഡിജിറ്റൽ വാച്ചുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് സൗദി അറേബ്യയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ടിക്മോ ഡിജിറ്റൽ വാലറ്റ്. ടിക്മോ ഡിജിറ്റൽ വാച്ചുള്ളവർക്ക് ടിക്മോ സൗജന്യമായി നൽകുന്ന മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചാൽ ജിദ്ദയിലെ നോർത്ത് എയർപോർട്ടിൽ സൗജന്യമായി ലോഞ്ച് ആക്സസ് ലഭിക്കുന്നതാണ്. ഇതിനുവേണ്ടി ടിക്മോ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ ടിക്മോ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ള ടിക്മോ ഡിജിറ്റൽ വാലറ്റിൻ്റെ റെഫറൽ ലിങ്ക് വഴി ടിക്മോ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമതായി വേണ്ടത് SNB പുതുതായി ലോഞ്ച് ചെയ്തിട്ടുള്ള നിയോ ഡിജിറ്റൽ വാലറ്റാണ്. നിയോ സൗജന്യമായി നൽകുന്ന മാസ്റ്റർ കാർഡ് ട്രാവൽ കാർഡുള്ളവർക്ക് സൗദിയിലെ ഒട്ടുമിക്ക എയർപോർട്ടുകളിലും ഫ്രീ ആയി ലോഞ്ച് ആക്സസ് ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കാലിക്കറ്റ് എയർപോർട്ടിലും ലോഞ്ച് ആക്സസ് ലഭിക്കുന്നതാണ്. ഇതിനായി നിയോ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള നിയോയുടെ റെഫർ ലിങ്ക് വഴി നിയോ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയും ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൗജന്യമായി ലോഞ്ച് ആക്സസ് ലഭിക്കും. വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ ടിക്മോ ഉപയോഗിച്ചുകൊണ്ട് ലോഞ്ച് ആക്സസ് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഫോണിൽ മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതിലെങ്ങനെ ടിക്മോയുടെ കാർഡ് ആഡ് ചെയ്യാം തുടങ്ങിയവയെല്ലാം തന്നെ ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ SNBയുടെ നിയോ കാർഡ് എങ്ങനെ മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷൻ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ ആക്കി വെക്കുക. മറക്കാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വിവരം അറിയാത്ത ധാരാളം ആളുകളുണ്ടാവാം. അത്തരം ആളുകൾക്ക് ലോഞ്ച് ആക്സസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്വസ്ഥമായി നാട്ടിലേക്ക് പോകാൻ ഈ ഒരു വീഡിയോ സഹായകരമാകാൻ സാധ്യതയുണ്ട്. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കടക്കാം. മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമായിട്ടുണ്ട്. മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് സെർച്ച് ചെയ്ത ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ആ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുമുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം. ആദ്യ തവണ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ ആക്സസ് ചോദിക്കുന്നതാണ്. നമുക്കിത് അലോ ചെയ്യാം. ഇപ്പോൾ വന്നുള്ള ലോഗിൻ സ്ക്രീനിൽ ആദ്യമായി നമുക്കിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന രജിസ്ട്രേഷൻ പേജിൽ 3 സ്റ്റെപ്പുകൾ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ പേജിൽ നമ്മുടെ കയ്യിലുള്ള മാസ്റ്റർ കാർഡ് നമ്പറാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടിക്മോ സൗജന്യമായി നൽകുന്ന മാസ്റ്റർ കാർഡിൻ്റെ 16 അക്ക നമ്പർ എൻ്റർ ചെയ്യാം. ഫിസിക്കൽ കാർഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നെയിം ഓൺ മാസ്റ്റർ കാർഡ് എന്നുള്ള കോളത്തിൽ കാർഡിൽ കാണുന്ന പേര് എൻ്റർ ചെയ്യുക. അതുപോലെ എക്സ്പയറി മന്തും ഇയർ ചോദിക്കുന്നുണ്ട്. എക്സ്പയറി മന്തും ഇയറും കാർഡിൽ കാണുന്ന പോലെ എൻ്റർ ചെയ്യാം. ശേഷം ചോദിക്കുന്ന CVC എന്നുള്ള കോളത്തിൽ കാർഡിൽ കാണുന്ന CVV നമ്പർ എൻ്റർ ചെയ്യാം. 3 അക്ക നമ്പറാണ് CVV നമ്പർ ഉണ്ടാവുക. ശേഷം കൺട്രി ഓഫ് കാർഡ് ഇഷ്യൂൻസ് എന്നുള്ളതിൽ നിന്നും സൗദി അറേബ്യ എന്നുള്ളത് സെർച്ച് ചെയ്ത് കണ്ടെത്താം. ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ മാസ്റ്റർ കാർഡിൽ മിനിമം 4 റിയാലെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. വെരിഫിക്കേഷന് ശേഷം ആ പണം തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നതായി കാണാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാസ്പോർട്ടിൽ കാണുന്നത് പോലെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പാസ്പോർട്ട് കാണുന്ന അതേ രീതിയിൽ തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പാസ്പോർട്ടിൽ ഗിവൻ നെയിം എന്ന കോളത്തിൽ കാണുന്ന പേരാണ് ഫസ്റ്റ് നെയിം കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. സർനെയിം കോളത്തിൽ കാണുന്ന പേര് ലാസ്റ്റ് നെയിം എന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ് കൺഫേം ചെയ്യാൻ വേണ്ടി കൺഫേം ഇമെയിൽ അഡ്രസ് എന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ ചോദിക്കുന്ന സ്ഥലത്ത് ആദ്യം നമുക്ക് സൗദിയുടെ കൺട്രി കോഡായ 966 സെർച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല, എങ്കിൽ നൽകുന്നതായിരിക്കും നല്ലത്. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി നൽകിയതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള പോപ്പ് ബോക്സ് വരുന്നതാണ്. ഇതിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ട്. ഇത് കറക്റ്റാണ് ചോദിക്കുന്നുണ്ട്. നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം യെസ് എന്ന് ക്ലിക്ക് ചെയ്യാം. മാറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റി വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മാസ്റ്റർ കാർഡ് ട്രാവൽ പാസിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ കോളത്തിൽ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി അടുത്ത കോളത്തിലും എൻ്റർ ചെയ്യുക. നാം എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് മിനിമം 8 അക്ഷരം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എല്ലാം ഉണ്ടായിരിക്കേണ്ടതാണ്. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യാൻ വേണ്ടി കൺഫേം പാസ്വേഡ് കോളത്തിൽ അത് വീണ്ടും എൻ്റർ ചെയ്യുക. ശേഷം താഴെ കാണുന്ന ആ എഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴെ കാണുന്ന 2ാമത്തെ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ടിക്മോയുടെ മാസ്റ്റർ കാർഡിൽ നിന്നും
0.5 USD പോകുന്നതാണ്. ശേഷം അത് തിരിച്ചു വരുന്നതുമാണ്. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ കൺഗ്രാജുലേഷൻസ് എന്നുള്ളൊരു പേജ് വരുന്നതാണ്. അത് നമുക്ക് ഡ്രാഗൺ പാസ് എന്നുള്ള കാർഡ് കാണാൻ സാധിക്കും. അതിൽ മെമ്പർഷിപ്പ് നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്ന ഒരു പോപ്പ് ബോക്സ് വരുന്നതാണ്. നമുക്കിവിടെ കാണുന്ന അലോ വൈൽ യൂസിങ് ആപ്പ് ക്ലിക്ക് ചെയ്യാം. അതോടെ ഓട്ടോമാറ്റിക്കായി തന്നെ നമ്മൾ നിൽക്കുന്ന അടുത്തുള്ള എയർപോർട്ടിൻ്റെ പേര് പോപ്പ് ബോക്സ് കാണിക്കുന്നതാണ്. നമ്മുടെ കറണ്ട് എയർപോർട്ട് ഇതാണ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷനിലേക്ക് ലോഗ് ചെയ്തിട്ടുണ്ട്. ഹോം സ്ക്രീനായിട്ട് മുകളിലായിക്കൊണ്ട് നമ്മുടെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ ആയിക്കൊണ്ട് സെർച്ച് ചെയ്യാനുള്ളൊരു സെർച്ച് ബാർ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ അടുത്തുള്ള എയർപോർട്ടിൻ്റെ പേര് തന്നെ ഡിഫോൾട്ടായി കാണാൻ സാധിക്കും. ആ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർപോർട്ടിൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. ഓരോ എയർപോർട്ടിൻ്റെ പേരിൻ്റെ താഴെ ആയിക്കൊണ്ട് 3 ഐക്കൺസ് കാണാൻ സാധിക്കും. ഒന്നാമതായി കാണുന്ന ഐക്കൺ ലോഞ്ച് ആക്സസിൻ്റെതാണ്. രണ്ടാമത്തെ ഐക്കൺ ഫാസ്റ്റ് ട്രാക്കിൻ്റെതാണ്. മൂന്നാമത്തത് എയർപോർട്ട് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷനാണ്. ഈ 3 ഐക്കൺസിൽ റെഡ് കളർ കാണിക്കുന്ന ഐക്കൺസ് എല്ലാം തന്നെ അവിടെ ലഭ്യമായിട്ടുള്ള സർവീസുകളാണ്. എന്നാൽ ഗ്രേ കളർ കാണിക്കുന്ന സർവീസുകൾ അവിടെ ലഭ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലോഞ്ച് സർവീസും എയർപോർട്ട് ട്രാൻസ്ഫർ സർവീസും ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ഫാസ്റ്റ് ട്രാക്ക് സർവീസ് ലഭ്യമല്ല. ഇനി നമുക്ക് മറ്റൊരു എയർപോർട്ടിൻ്റെ പേര് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ റിയാദ് എയർപോർട്ട് സെർച്ച് ചെയ്തപ്പോൾ റിയാദ് എയർപോർട്ടിൽ ഈ കാർഡിന് ലോഞ്ച് സർവീസോ ഫാസ്റ്റ് ട്രാക്ക് സർവീസോ ഇല്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. എയർപോർട്ട് ട്രാൻസ്ഫർ സർവീസ് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഓരോ എയർപോർട്ടിൻ്റെ പേര് സെർച്ച് ചെയ്തുകൊണ്ട് ആ എയർപോർട്ടിൽ നമ്മുടെ ഈ മാസ്റ്റർ കാർഡിന് ഏതെല്ലാം സർവീസ് ലഭ്യമായിട്ടുള്ളത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഞാൻ ദുബായ് സെർച്ച് ചെയ്തപ്പോൾ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ ഈ കാർഡിന് ലോഞ്ച് ഫാസ്റ്റ് ട്രാക്ക് എയർപോർട്ട് ട്രാൻസ്ഫർ എന്നിവയെല്ലാം ലഭ്യമായതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ടിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഞ്ച് ആക്സസ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ ലഭിക്കുന്ന എയർപോർട്ടാണെങ്കിൽ ആ എയർപോർട്ട് നമുക്കൊരു സെലക്ട് ചെയ്യാം. എയർപോർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ആയിക്കൊണ്ട് ലോഞ്ച് സർവീസ് ഉണ്ടെങ്കിൽ ലോഞ്ചിൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. ജിദ്ദയിലെ പഴയ എയർപോർട്ടിൽ അതായത് നോർത്ത് എയർപോർട്ടിൽ ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് എന്നുള്ള ലോഞ്ച് കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അവിടെ ലഭ്യമായിട്ടുള്ള സർവീസുകളും അതിൻ്റെ ഓപ്പണിംഗ് സമയം എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുക 4 മണിക്കൂറായിരിക്കും. 2 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയി തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അതിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ പണം കൊടുത്ത് ലോഞ്ച് സർവീസ് എടുക്കേണ്ടതായി വരുന്നതാണ്. ഒരു പ്രാവശ്യം ലോഞ്ചിൽ കയറി കഴിഞ്ഞാൽ മറ്റൊരു ലോഞ്ചിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ലോഞ്ച് ആക്സസ് ലഭിക്കാൻ വേണ്ടി നമുക്ക് താഴെ കാണുന്ന ലോഞ്ച് ആക്സസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ലോഞ്ച് സർവീസിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാർഡ് ഹോൾഡർ അൺലിമിറ്റഡ് ഫ്രീ വിസിറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഈ കാർഡ് ഹോൾഡർക്ക് ഫ്രീ ആയിട്ട് എത്ര പ്രാവശ്യവും ഈ ലോഞ്ചിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. എൻ്റർ ലോഞ്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോഞ്ചിലേക്ക് പ്രവേശിക്കാനുള്ള QR കോഡ് കരസ്ഥമാക്കാവുന്നതാണ്. ശേഷം ലോഞ്ച് സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ QR കോഡ് കാണിച്ചു കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലോഞ്ച് ആക്സസ് എയർപോർട്ടിൽ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും മാസ്റ്റർ കാർഡ് ട്രാവൽ പാസിൻ്റെ ഹോം സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും താഴെ ആയിക്കൊണ്ട് ഹോം ബട്ടൺ കാണാം. അതിനടുത്തായി കാണുന്ന മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാം ആഡ് ചെയ്തിട്ടുള്ള കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ വ്യൂ ഓൾ മെമ്പർഷിപ്പ് ക്ലിക്ക് ചെയ്താൽ നാം കൂടുതൽ കാർഡുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാർഡുകളെല്ലാം കാണാൻ സാധിക്കും. ഒരു കാർഡ് മാത്രമല്ല, നമുക്ക് വേറെയും മാസ്റ്റർ കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡെല്ലാം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ആഡ് മെമ്പർഷിപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കാർഡ് ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ SNBയുടെ നിയോ കാർഡ് എങ്ങനെ മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്ലിക്കേഷൻ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ ആക്കി വെക്കുക. മറക്കാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.